നിറപുത്തരി മഹോത്സവത്തിനായി ശബരിമല നട ഇന്ന് വൈകിട്ട് 5-ന് തുറക്കും. നാളെ പുലർച്ചെ 5:30-നും 6:30-നും മധ്യേയാണ് നിറപുത്തരി പൂജ. ഭക്തർ ഇരുമുടിക്കെട്ടിനൊപ്പം എത്തിച്ച നെൽക്കറ്റകൾ ഇന്ന് വൈകിട്ട് 18-ാം പടിയിൽ സമർപ്പിക്കും. നാളെ പുലർച്ചെ 5-ന് നട തുറന്ന് നിർമ്മാല്യ ദർശനം, പതിവ് അഭിഷേകം, ഗണപതി ഹോമം. ഐശ്വര്യത്തിന്റെയും കാർഷിക സമൃദ്ധിയുടെയും പ്രതീകം എന്ന നിലയിലാണ് നിറപുത്തരി മഹോത്സവം ആഘോഷിക്കപ്പെടുന്നത്. ആചാരപ്രകാരം തിരുവിതാംകൂർ രാജകുടുംബമാണ് നിറപുത്തരിയുടെ ദിനവും മുഹൂർത്തവും നിശ്ചയിക്കുന്നത്. ഭഗവാന് മുന്നിൽ കതിരുകൾ സമർപ്പിച്ച് പ്രത്യേക പൂജ നടത്തിയതിനു ശേഷം നട തുറന്ന് നെൽക്കതിരുകൾ ശ്രീകോവിലിന് മുന്നിൽ കെട്ടും. ഇതിനുശേഷമാകും പ്രസാദമായി നെൽക്കതിരുകൾ തന്ത്രിയും മേൽശാന്തിയും വിതരണം ചെയ്യുക. കേരളത്തിലെ ഹൈന്ദവ ഭവനങ്ങളിൽ കർക്കിടക മാസത്തിൽ നടത്തുന്ന ഒരു ആചാരമാണ് ഇല്ലം നിറ. സമൃദ്ധമായ വിളവും ഐശ്വര്യവും ഗൃഹത്തിനും നാടിനും ലഭിക്കാൻ വേണ്ടിയാണ് ഇത് ആചരിക്കുന്നത്. കറുത്ത വാവ് കഴിഞ്ഞുള്ള ആദ്യത്തെ ഞായറാഴ്ച ദിവസം കർഷകർ മുങ്ങിക്കുളിച്ച് ഈറനണിഞ്ഞ് പാടത്തു നിന്നും ഒരു പിടി നെൽക്കതിർ അറുത്തെടുത്ത് ഒരു കറ്റ ക്ഷേത്രത്തിലേക്ക് വഴിപാടായി കൊടുക്കും. ദേശപരദേവതയുടെ അനുഗ്രഹം കൊണ്ട് നല്ല വിളവുണ്ടാകുമെന്നും കൃഷിയിൽ ഏർപ്പെട്ടവർക്കെല്ലാം അതിന്റെ നല്ല പങ്ക് ലഭിക്കുമെന്നാണ് ഇതിനു പിന്നിലുള്ള വിശ്വാസം. ജന്മിക്കും പാട്ടക്കാരനും പണിയാളനും കച്ചവടക്കാരനും എല്ലാം കാർഷിക പ്രവർത്തനത്തിനിടയിൽ ഒരേ പ്രാർത്ഥനയാണുള്ളത്: നിറയെന്നും പൊലിയെന്നും. ഇല്ലം നിറ വീട് നിറയട്ടെ, വല്ലം നിറ കുട്ട നിറയട്ടെ, കൊല്ലം നിറ വർഷം മുഴുവൻ നിറയട്ടെ, പത്തായം നിറ നാടുപുലി, പുലിയോ പുലി. ഇങ്ങനെ പോകുന്നു ആ പ്രാർത്ഥന. ക്ഷേത്രത്തിൽ സമർപ്പിച്ച കറ്റകളിൽ നിന്ന് നിറ നിറ പൊലി പൊലി എന്ന് ഉറക്കെ പറഞ്ഞുകൊണ്ടുവരുന്ന കതിർക്കുലകൾ വീടിന്റെ മച്ചിലും ഉമ്മറത്തും പ്രത്യേക ആകൃതിയിൽ നെയ്ത് തൂക്കും. ഇത് അടുത്ത വർഷത്തെ ചടങ്ങ് നടക്കുന്നതുവരെ അവിടെ നിർത്തിയിരിക്കും. പ്രത്യേകമായി ശുദ്ധീകരിച്ച സ്ഥലങ്ങളിലും ക്ഷേത്രങ്ങളിലുമാണ് ഈ ചടങ്ങ് നടത്താറുള്ളത്. ആചാരാനുഷ്ഠാനത്തോടെ ഏറ്റുവാങ്ങുന്ന നെൽക്കതിരുകൾ വീടുകളിൽ കൊണ്ടുപോയി ഒരു വർഷം സൂക്ഷിക്കും. വീട്ടിൽ ഐശ്വര്യവും അറയിലും പത്തായത്തിലും ധാന്യവും നിറയ്ക്കുന്ന ചടങ്ങാണ് നിറപുത്തരി. കൊയ്ത്ത് കഴിഞ്ഞ് നെല്ല് പത്തായത്തിൽ നിറയ്ക്കും മുൻപ് ഗൃഹവും പരിസരവും അറയും പത്തായവും അതിനൊപ്പം നമ്മുടെ മനസ്സും ശുദ്ധമാക്കുന്ന ഈ ചടങ്ങ് ക്ഷേത്രങ്ങളിലും പതിവുണ്ട്. മൂദേവിയെ പുറത്താക്കിയ ഐശ്വര്യദേവതയെ ശ്രീ ഭഗവതിയെ കുടിയിരുത്തുന്നു എന്നാണ് സങ്കല്പം. കർക്കിടകത്തിന്റെ 2-ാം പകുതിയിലും ചിലയിടങ്ങളിൽ ചിങ്ങത്തിലും നടത്തുക പതിവുണ്ട്. കൊയ്തെടുത്ത നെൽക്കറ്റ വീടിന്റെ വാസ്തുവിന് പുറത്തു കൊണ്ടുവന്ന് വെക്കും. വീട്ടിലെ മുറികളൊക്കെ അരിമാവ് കൊണ്ട് അണിഞ്ഞിരിക്കും. തുടർന്ന് ഭഗവതി പൂജ. പൂജാമധ്യത്തിൽ കറ്റകൾ വീട്ടിലേക്ക് എഴുന്നള്ളിച്ച് പൂജിക്കും. ദേവിക്ക് സമർപ്പിച്ച നിവേദ്യവും കറ്റയിൽ നിന്നുള്ള ഓരോ നെൽക്കതിരും ഓരോ മുറിയിലും അരിമാവ് അണിഞ്ഞ സ്ഥലത്ത് ഇലയിൽ വെക്കും. നെല്ലിന്റെയും നെൽകൃഷിയുടെയും വിശുദ്ധിക്കും സത്യസന്ധതയ്ക്കും ഉദാത്ത സാക്ഷ്യമായാണ് നിറപുത്തരി ആഘോഷിക്കുക. ധാന്യവിള എന്നതിലുപരി നെല്ലും നെൽപ്പാടങ്ങളും നെൽകൃഷിയുമൊക്കെ ഒരു കാർഷിക സംസ്കൃതിയുടെ സുവർണ്ണ മുദ്രകളാണ്. ആദ്യം നെൽക്കതിരുകൾ ക്ഷേത്രത്തിലെത്തിച്ച് അത് നൈവേദ്യമായി സമർപ്പിച്ച് ഈശ്വരാനുഗ്രഹം നേടുക എന്നത് ഒരു അനുഗ്രഹം തന്നെയാണ്. കൃഷിയുടെ അഭിവൃദ്ധിക്ക് പ്രാർത്ഥനാപൂർവ്വമുള്ള സമർപ്പണത്തിന്റെ പ്രതീകമായി പൂജിച്ച നെൽക്കതിർ വീടുകളുടെ പൂമുഖത്ത് കെട്ടിത്തൂക്കിയിടാറുണ്ട്. ഐശ്വര്യലക്ഷ്മി വീടിന്റെ ഉമ്മറത്തേക്ക് കടന്നു വന്നു എന്നും ഒരു പ്രസാദം പോലെ ക്ഷേത്രത്തിൽ നിന്നും ലഭിക്കുന്ന നിറകതിർ വീടുകളിൽ സൂക്ഷിച്ചു വെക്കുന്നത് വരും വർഷത്തേക്ക് പുണ്യമേകുമെന്നും മികച്ച വിളവിന് അത് സഹായകരമാകും എന്ന വിശ്വാസത്തിലാണ് ഇങ്ങനെ ചെയ്യുന്നത്. 1-ാം വിള നെല്ല് വിളഞ്ഞു കിടക്കുന്ന വയലിൽ നിന്നും അറുത്തെടുത്ത നിറകതിർ ഇല്ലി, നെല്ലി, പൂവാങ്കുറന്നൽ, പ്ലാശ്, ചമത, തകര, കടലാടി ഇതിന്റെ ഇലകളുമായി കൂട്ടിക്കെട്ടി പട്ടിൽ പൊതിഞ്ഞാണ് ക്ഷേത്രത്തിൽ സാധാരണ സൂക്ഷിക്കുക. ന്യൂസ് ഡെസ്ക് കർമ്മസ്.